ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യം, ജോളി ചേച്ചിയുടെ ഒരു സാക്ഷ്യം കേൾക്കാം. നമ്മൾ 2-3 ആഴ്ചയായി ജോളി ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജോളി ചേച്ചി കുറച്ച് 2 ആഴ്ചകൾക്ക് മുമ്പ് അബോധാവസ്ഥയിൽ വരെ എത്തിയതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരു സഹായവും കൂടാതെ നിൽക്കുന്നത്. കൈയടിച്ച കർത്താവിന് നന്ദി പറയാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് ജോളി. ഞാൻ കരിക്കോട്ടക്കരിയുടെ വകയിൽ നിന്ന് വരുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയ സാക്ഷ്യം സൗഖ്യം ആശയപ്പെടുത്താനാണ്. ജൂൺ 13-ാം തീയതി എനിക്ക് ശക്തമായി പനി വരികയും അതിന്മേൽ വേദനയും അനുഭവപ്പെട്ടു. അന്ന് ഞാൻ അമല ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചെന്നു. ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ 407 ആയിരുന്നു. അവർ അന്ന് മരുന്നുകളും എല്ലാം നൽകി. ഡോക്ടർ പറഞ്ഞു വിസർപ്പം എന്ന അസുഖമാണ്, അല്ലെങ്കിൽ ഞരപ്പൊട്ടി എന്ന അസുഖമാണ്, അതിന് ശക്തമായി വേദനയും അനുഭവപ്പെടുമെന്നും പറഞ്ഞു. രാത്രി ഞാൻ വീട്ടിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം അതിശക്തമായി വേദന അനുഭവപ്പെട്ടു. പക്ഷേ വേദന ഈ അസുഖത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഞാൻ അത് സഹിക്കുകയായിരുന്നു. അടുത്ത ദിവസമായിട്ടും വേദന കുറയാത്തതിനാൽ ഞാൻ അടുത്ത ദിവസം തന്നെ അമല ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി. 15-ാം തീയതി അന്ന് രാത്രി വരെ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. എൻ്റെ വലത് കൈ കക്ഷത്തിൽ മുഴുവൻ കുമിളകൾ വന്ന് പൊട്ടി. പോലെ തന്നെ വേദനയും കൂടി വന്നു. പിന്നെ അതിശക്തമായ ബോധാവസ്ഥയിലായി. ഡോക്ടർ ICUവിലേക്ക് മാറ്റി. എനിക്ക് അപസ്മാരം തുടർന്ന് ചുമയുമായി വരാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞു അവസ്ഥ ഗുരുതരമായി കൊണ്ടിരിക്കുകയാണ്, ഇൻഫെക്ഷൻ തലച്ചോറിനെ ബാധിച്ചിട്ടുണ്ട്, MRI ചെയ്യണം എന്ന് പറഞ്ഞു. അതിനാൽ കണ്ണൂർ ഹോസ്പിറ്റലിലേക്ക് മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ പൂർണ്ണമായും അബോധാവസ്ഥയിലായി കഴിഞ്ഞിരുന്നു. ആംബുലൻസിൽ കണ്ണൂർ മിമിക്സ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴി 3 പ്രാവശ്യം അപസ്മാരം വരികയും ഡോക്ടർ അതിനുള്ള മരുന്നുകളും നൽകുന്നുണ്ടായിരുന്നു. മിമിക്സ് ഹോസ്പിറ്റലിൽ എത്തിയ ഉടൻ തന്നെ അവർ എന്നെ വെന്റിലേറ്ററിൽ ഇടുകയുണ്ടായി. പിന്നെ CT സ്കാൻ, MRI ECG എന്നീ ടെസ്റ്റുകൾ ചെയ്തു. ഇൻഫെക്ഷൻ തലച്ചോറിൽ ബാധിച്ചുവെന്നും അത് വൈറൽ മെനിഞ്ചൈറ്റിസ് ആണെന്നും പെട്ടെന്നൊന്നും അസുഖം വ്യക്തമായി മാറിയില്ലെന്നും ഡോക്ടർമാർ പറഞ്ഞു. എൻ്റെ കൂട്ടുകാരും ബന്ധുക്കളും ഉടൻ തന്നെ അച്ഛനെ വിളിച്ചു പറഞ്ഞു. എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനകളും നടത്തുന്നുണ്ടായിരുന്നു. ജൂൺ 20-ാം തീയതി വൈറസിനെ ചെന്നുകൊണ്ട് കണ്ടപ്പോൾ അവർ പറഞ്ഞു കുഴപ്പം ഒന്നും ഇല്ല എന്നും കണ്ണു തുറന്നു വരികയാണെന്നും റാംസനച്ചൻ പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ ഞാൻ കണ്ണു തുറന്നു. ഞാൻ ബോധാവസ്ഥയിലേക്ക് തിരിച്ചു വന്നു. പിറ്റേ ദിവസം എന്നെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി. പക്ഷേ എൻ്റെ ഓർമ്മ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. എനിക്ക് പണ്ടുകാലത്തെ ഓർമ്മകൾ മാത്രമേ ഉണ്ടായിരുന്നത്. എനിക്ക് എൻ്റെ മക്കളെപ്പോലും ഓർമ്മയുണ്ടായിരുന്നില്ല. എൻ്റെ ICUവിൽ നിന്നും റൂമിലേക്ക് മാറ്റി. എന്നിട്ടും എനിക്ക് പൂർണ്ണമായും ഓർമ്മ തിരിച്ചു കിട്ടില്ലായിരുന്നു. ഞാൻ പണ്ടുകാലത്തെ ഓർമ്മകളാണ് കാഷ്വാലിറ്റിയിൽ നിന്നും
ഉണ്ടായിരുന്നത്, സംസാരിച്ചു കൊണ്ടിരുന്നത്. രാത്രിയിൽ എനിക്ക് ഉറക്കം ഒന്നും കിട്ടുന്നില്ലായിരുന്നു. അതിന് അതിശക്തമായ വേദനയായിരുന്നു. നടക്കാൻ പോലും കാലുകൾക്ക് ശേഷിയില്ലായിരുന്നു. ജൂൺ 28-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും അഡ്മിറ്റായി. ഡോക്ടർ പറഞ്ഞത് പെട്ടെന്നൊന്നും ഓർമ്മ തിരിച്ചു കിട്ടില്ല, അതിനൊക്കെ സമയം എടുക്കും, വേദനയും കുറയാൻ 5-6 മാസം എടുക്കും. ഡിസ്ചാർജ് ആയി പോകുന്നത് വഴി നേരെ ഞാൻ ആവിലയിൽ വന്നു. റാപ്സനച്ചൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ വന്നു റാപ്സനച്ചൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, ജൂൺ 9-ാം തീയതി വന്ന് സാക്ഷ്യം പറയണമെന്ന്. എന്നും അതിൻ്റെ ഫലമായി എനിക്ക് എൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടാൻ തുടങ്ങി. 2 ദിവസം ഓർമ്മ തിരിച്ചു കിട്ടി. എൻ്റെ കൈകാലുകൾക്ക് ശക്തി ലഭിച്ചു. ഞാൻ പഴയതുപോലെ നടക്കാൻ തുടങ്ങി. എനിക്ക് ഇത്രയും വലിയ രോഗസൗഖ്യം തന്ന ഈശോയ്ക്കും മാതാവിനും ആവിലയിലെ അമ്മ ത്രേസ്യയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും എൻ്റെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, വളരെ വളരെ പ്രധാനപ്പെട്ട, അതായത് മരണത്തിന്റെ ഇരുൾ വീണ് താഴ്വരയിൽ നിന്ന് കർത്താവ് വീണ്ടും ജീവനിലേക്ക് നടത്തുന്നു എന്നത് പറഞ്ഞതുപോലെ തലച്ചോറിൽ ഇൻഫെക്ഷൻ ആവുകയും ബോധം പോവുകയും ഒക്കെ ചെയ്ത സമയത്ത് നമ്മൾ ഇവിടെ പ്രാർത്ഥിച്ച സമയത്തിന്റെ മേൽ അധികാരമുള്ള കർത്താവ് നമ്മൾ ഇവിടെ വ്യാഴാഴ്ച പ്രാർത്ഥിച്ച അതേ സമയത്ത് തന്നെ ആ ബോധം തിരിച്ച് ആശുപത്രി വെന്റിലേറ്ററിൽ കിടന്നിരുന്ന സഹോദരിയുടെ കണ്ണ് തുറക്കാനും ബോധം തിരിച്ചു കിട്ടാനും കർത്താവ് ഇടവരുത്തി. കൈയടിച്ച് കർത്താവിന് നന്ദി പറയും. പക്ഷെ വെന്റിലേറ്ററിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയപ്പോഴും ഓർമ്മയൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ലായിരുന്നു. മക്കളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് കഴിഞ്ഞ ആഴ്ച ഈ സഹോദരി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നേരെ ഇങ്ങോട്ടാണ് വന്നത്. ഇവിടെ അപ്പോൾ യേശുനാമ ജപം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ശുഭരാത്രി വചന ശുശ്രൂഷയുടെ സമയമായിരുന്നു. ആ സമയത്ത് ഇവിടെ വരികയും ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് ഇനി ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടാനും നടക്കാനും ഒക്കെ കുറച്ച് നാളുകൾ എടുക്കും എന്ന് പറഞ്ഞിരുന്ന സമയത്ത് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഓർമ്മ തിരിച്ചു കിട്ടാനും കഴിഞ്ഞ ആഴ്ച ഒരു ഓർമ്മയും ഇല്ലാതെ ഇവിടെ വന്നിരുന്ന സഹോദരി ഈ ആഴ്ച ആൾത്താരയിൽ നിന്ന് ഈ സാക്ഷ്യം വായിക്കാനും തക്ക വിധത്തിൽ